പിതാവേ, ഈ അതിമനോഹരമായ ആരാധനാ സമയത്തിനായി നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിലും പലയിടങ്ങളിലുമായിരുന്ന അടികൾക്ക് ഒരു ഭവനത്തിലെ അംഗങ്ങളെ പോലെ അങ്ങയുടെ മൗത്യമേറിയ ആലയത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങോട്ട് ഭാഗ്യവും പദവിയും തന്ന അങ്ങയുടെ മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ മൗത്യമേറിയ വചനങ്ങളെ ധ്യാനിപ്പാട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങോട്ടൊന്ന് സംസാരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മൗത്യമേറിയ വചനങ്ങളെ ധ്യാനിച്ച് സന്തോഷമുള്ളവരായി ആനന്ദമുള്ളവരായി അങ്ങേ പിൻപറ്റുന്നവരായി മടങ്ങിപ്പോകുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങിപ്പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. വചനം പറയുന്ന ബലഹീനത്തെ പാദങ്ങൾ താഴ്ത്തുന്നു. പറയുന്ന അടിയനെ കേൾക്കുന്ന മക്കളെ ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാനമുള്ള നമ്മുടെ ഡേവിഡ് ഖാവേൽ അച്ഛൻ, എത്രയും ബഹുമാനമുള്ള ജോർജ് അച്ഛൻ, എത്രയും സ്നേഹമുള്ള പ്രിയ നമ്മുടെ സഭാ ശുശ്രൂഷക വിനീത സിസ്റ്റർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയ സോളമൻ ചേട്ടൻ, കപ്പിയാരച്ചൻ, സഭയുടെ ഭരണസമിതി അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ആരാധനയ്ക്ക് നിൽക്കാനായിട്ട്. ഞങ്ങൾ പലപ്പോഴും പോകുന്നൊരു വഴിയാണ് ഇവിടെ, പക്ഷേ ഇതാദ്യമാണ് ഇവിടെ കയറുന്നത്. ഇവിടെ ഇത് നമ്മുടെ ഒരു ആലയമാണെന്നുള്ളത് ഇവിടെ കയറി വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഞങ്ങൾ ആദ്യം അവിടെ പോയി ഇത് പാസ് ചെയ്ത് പോയി, പിന്നെ തിരിച്ച് ഇവിടെ വരികയാണ്. വളരെ മനോഹരമായിരിക്കുന്നു ആലയം. അതിൻ്റെ മനോഹരമായ ഒരു ഹൈവേയുടെ വക്കിൽ അതിമനോഹരമായ ഒരു ആലയം ദൈവം നമുക്ക് തന്നിരിക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇവിടെ ആരാധനക്കാട്ടിൽ നിന്ന് രാവിലെ കടന്നു വന്ന്, സാധാരണ നമുക്ക് 9:30 ആരാധന, അച്ഛൻ വരുന്നതുകൊണ്ട് നമുക്ക് രാവിലെ 8 മണിക്കാണ്. ഒരുപക്ഷെ അല്പമായ അസൗകര്യം നിങ്ങൾക്കുണ്ടാവാം, എങ്കിലും അസൗകര്യമൊന്നും കണക്കാക്കാതെ നിങ്ങൾ കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്രയും ബഹുമാനമുള്ള അച്ഛൻ നമ്മുടെ മധ്യേ കടന്നു വന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ ആരാധനയെ സംബന്ധിക്കുന്നതിൽ നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുകയും ചെയ്യുന്നു. നമ്മളൊരു മഹാടവായ രൂപീകൃതമായിട്ട് ഏതാണ്ട് 10 വർഷം ആകുന്നു. കഴിഞ്ഞ ഒരു 10 വർഷമായി ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് മഹത്വം കരയറ്റണം. 10 വർഷം മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു ആലയം ലഭിച്ച അന്നു മുതൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രദേശങ്ങളിൽ സഭയുടെ പ്രവർത്തനം ആരംഭിച്ച അന്നു മുതൽ ഇന്ന് വരെ ദൈവത്തിന് ലഭിക്കുന്ന എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിസ്തോത്രങ്ങളും അർപ്പിക്കാം. വേദോസ്തവത്തിൽ ഇങ്ങനെ പറയുന്നത് യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്. മുന്തിരിവള്ളിയും കൊമ്പുകളുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ ഇപ്രകാരമാണ്: കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയത്തില്ല. അതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഫലകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവത്തിൽ പരിപൂർണ്ണോട് ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ, ദൈവത്തിൽ തന്നെ വസിപ്പാൻ, ദൈവത്തിൽ വസിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട്, ക്രിസ്തുവിലൂടെ ദൈവത്തിൽ വസിച്ചുകൊണ്ട്, അല്ലെ ക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയിൽ ചേർന്ന് നിന്നുകൊണ്ട് അനേക നല്ല ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ ഈ വയക്കൽ പ്രദേശത്ത് നമ്മുടെ ഒരു സാക്ഷ്യമായി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആളുകൾ എണ്ണം കുറവായിരിക്കാം, നമ്മുടെ ദേവാലയത്തിന് വലിപ്പം കുറവായിരിക്കാം, ഒന്നുമേ നോക്കണ്ട. അതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മളെയും നമ്മുടെ ഹൃദയത്തെ നോക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ബന്ധം കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. വേദോസ്ത പ്രകാരം പറഞ്ഞ് ചെറിയ ആട്ടിൻകുട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കണം. നമ്മളെ മാത്രമല്ല ഈ ദേശത്താകമാനമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇന്ന് സൗത്ത് കേരള മഹാടിയിൽ ഒരു പള്ളിയിൽ ഒരു സഭാദിനമായിരുന്നു. ആ പ്രോഗ്രാം മാറിപ്പോയി. അങ്ങനെയാണ് ഈ ഞായറാഴ്ച ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൊല്ലത്ത് ഡയസൻ ഓഫീസിലുണ്ടായിരുന്നു, ബിഷപ്പ് ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബഹുമാനുള്ള ജോർജ് അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ ഇങ്ങനെ ഒരു ഞായറാഴ്ച ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പള്ളിയിലുണ്ടെങ്കിൽ ഞാൻ ഏതായാലും കമ്മിറ്റിയൊക്കെ തീരുമ്പോൾ രാത്രിയാവും, പിന്നെ രാവിലെ ആരാധന കൂടാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനാണ് ഈ സജഷൻ വെച്ചത്. വീണ്ടും ജോർജ് അച്ഛനോടും ബഹുമാനുള്ള ഡേവിഡ് ഖാവേൽ അച്ഛനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. രാവിലെ വന്നപ്പോൾ സോളമൻ ചേട്ടൻ കൂടെ ഇതിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി രാവിലെ വരികയായിരുന്നു. സുവിശേഷക നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററെ മിക്കവാറും ഒക്കെ കാണാറുണ്ട്.
ഞങ്ങളുടെ ഡയസിലും അവർ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്ന എനിക്ക് തോന്നുന്നു. നമ്മുടെ മഹാവിലെ ഏക ശുശ്രൂഷകയാണ് അവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരു നിമിഷം കൊണ്ടുവരട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, അതായത് മുഴുവൻ ഞാൻ വായിക്കാം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. ഇന്ന് വിശുദ്ധ സ്നാനത്തെക്കുറിച്ചാണ്, ബപ്തിസ്മത്തെക്കുറിച്ചുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച് നമ്മൾ വായിച്ചത്. പഴയ നിയമത്തിലും അതുപോലെ തന്നെ സങ്കീർത്തനവും ലേഖന വേദഭാഗവും സുവിശേഷവും വായിക്കുമ്പോൾ അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ സ്നാനം എന്നതുകൊണ്ട് നമ്മൾ CSIക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് സ്നാനം 1 എന്നുള്ളതാണ് CSI സഭയുടെ പഠിപ്പിക്കൽ. സ്നാനം 1. നമ്മുടെ ആൾക്കാരോട് തന്നെ ചോദിച്ചാൽ അവരെല്ലാവരും പറയുന്നത് നമ്മൾ ഏത് സ്നാനമാണ് നമ്മുടെ സ്നാനം ചോദിച്ചാൽ ഉടനെ അവർ പറയും ശിശു സ്നാനമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സഭയുടെ പഠിപ്പീരെന്ന് പറയുന്നത് സ്നാനം 1, കർത്താവ് ഒരുവൻ, വിശ്വാസം 1. അത് വേദോസത്തിൽ തന്നെയാണ്. അത് നമ്മുടെ സഭയുടെ അടിസ്ഥാന പ്രമാണമായിട്ട് CSI സഭയുടെ അടിസ്ഥാന പ്രമാണമായിട്ട് എടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തൂണുകളാണെന്നൊക്കെ വേണേൽ അതിനെക്കുറിച്ച് പറയാം. സ്നാനം 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ അർത്ഥമാക്കുന്നത്? ഇന്നിപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഈ അടുത്ത കാലം വരെ സ്നാനത്തിന് ഭയങ്കരമായിട്ടുള്ള അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകി ഉപദേശിക്കുകയും നമ്മുടെ വിശ്വാസ സമൂഹത്തെ പലപ്പോഴും കുഴപ്പത്തിലാക്കി നമ്മൾ അങ്ങോട്ട് പലപ്പോഴും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണ് സ്നാനം എന്നുള്ളത്, അല്ലേ? അതിനെ ഉപയോഗിക്കുന്ന അനേക മുതിർന്ന സ്നാനവും മുഴുകൽ സ്നാനവുമാണ് അതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന സ്നാനവും മുഴുകൽ സ്നാനവും ഇത് രണ്ടും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ CSIക്കാരായ ആൾക്കാരെ സംശയത്തിലാക്കുന്ന ഒരു ഉപദേശം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മെയിൻ ലൈൻ ചർച്ചസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകൾ എന്ന് പറയുന്ന ആ സഭകൾ അവർ എപ്പോഴും ശിശു സ്നാനമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ശിശു സ്നാന ഉപദേശം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ CSIക്കാരായ ക്രിസ്ത്യാനികളാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ സ്നാനപ്പെടുത്തിയതിന് ശേഷം ഉപദേശം നൽകുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കുള്ളത്. മറ്റ് ഇതര സഭകൾ, പുതുതലമുറ സഭകൾ അങ്ങനെയല്ല. നമ്മൾ സ്വയം അത് മനസ്സിലാക്കി പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷമാണ് 16-ാം അധ്യായത്തിൽ അവർ ആധാരപ്പെട്ടെടുക്കുന്നത്. വിശ്വസിക്ക് സ്നാനം ഏൽക്കുകയും ചെയ്യുന്നു രക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് വരണമെങ്കിൽ പ്രായം വേണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രായമില്ലാതെ നമ്മൾ വിശ്വസിച്ചില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു രീതി ഉണ്ട്. അത് നമ്മുടെ ഉപദേശത്തെക്കുറിച്ച്, സഭയുടെ ഉപദേശത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കില്ലാത്തതുകൊണ്ടാണ്. കർത്താവ് തൻ്റെ അന്ത്യകൽപ്പനയിൽ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16-20 വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉദ്ദേശിച്ച വചനങ്ങളെ ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും. അതാ പറഞ്ഞിരിക്കുന്നത്. സ്നാനപ്പെടുത്തുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവരനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക, ശിഷ്യരാക്കുക. അത് ശ്രദ്ധിക്കണം. സ്നാനം കൊടുക്കുക, ഉപദേശിക്കുക. എന്താ ഉപദേശിക്കുന്നത്? കർത്താവ് എന്താണ് പറഞ്ഞത്? കർത്താവിൻ്റെ ഉപദേശങ്ങളെ, വചനങ്ങളെ അനുസരിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കും. അതാണ് നമ്മുടെ സ്നാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്നാനപ്പെടുത്തുകയും ആ കൊച്ചിനോട് നമ്മൾ ദിനംതോറും പറയുകയാണ്, നീ ആരാണ്? നീ ഒരു ദൈവ പൈതലാണ്. നീ എങ്ങനെ നടക്കണം? നീ അങ്ങനെ നടക്കണം, എങ്ങനെ നടക്കണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? ഈ കൊച്ചിനെ ആ ദൈവഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അതാണ് നമ്മുടെ രീതി. നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ
മറ്റ് ചുമതലപ്പെട്ട ആൾക്കാരും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തുന്നില്ല. ഏത്? നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, ദൈവത്തെ അനുസരിക്കേണ്ടതാണ്, ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടവരാണ്, നിങ്ങൾ ദൈവമക്കളാണ്, നിങ്ങൾ അനുസരിക്കേണ്ടത് ഇന്നതാണ്, നിങ്ങൾ സംസാരിക്കേണ്ട രീതികൾ ഇന്നതാണ്, നിങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ചീത്തയാതൊന്നും തുടരരുത് എന്ന് പറഞ്ഞ് തിരിച്ച് ഓരോ ദിവസവും നയിക്കാവുന്ന ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ളവരെ, സ്നാനം ഏറ്റ ആൾക്കാരെ, നമ്മുടെ മക്കളെ ആ ക്രിസ്തുപാതയിൽ, ദൈവപാതയിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുന്നതിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് വരുന്നതാണ് മുടിയനായ പുത്രൻ എന്നുള്ള രീതി നമ്മൾ പഠിക്കുന്ന ഉപമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് അവസാനം പറയുന്ന ഇളയ മകൻ എന്ത് ചെയ്തു? ഇളയ മകൻ പോയി എന്ന് പറയുന്നു, അവന് ലാവിഷായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, അവന് ഭക്ഷണം ഇല്ലാതെ വന്നപ്പോൾ അവൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു, അവൻ്റെ അപ്പനെക്കുറിച്ച് ഓർത്തു, അവിടുത്തെ ജോലിക്കാരുടെ ഭക്ഷണം കഴിച്ചവരെല്ലാം അതിങ്ങനെ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിച്ച കാര്യങ്ങൾ അത് വലിച്ചു കളയുന്ന, മിച്ചം വെച്ച് കളയുന്ന, സമൃദ്ധിയായി കഴിക്കുന്ന കാര്യം അവൻ ഓർത്തു എന്ന് പറയുന്നു. അതിനെ ഉപയോഗിച്ചിരുന്ന പദമുണ്ട്, അവന് സുബോധം വന്നപ്പോൾ. സുബോധം വന്നപ്പോൾ എന്ത് ചെയ്യും? അവൻ തിരിച്ചുപോയി. സുബോധം വന്നപ്പോൾ തിരിച്ചുപോയി. നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെയാണ് കുഴപ്പം. നമ്മൾ ഈ സുബോധത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ ആൾക്കാർ ഉപദേശിക്കുന്നില്ല, പറയുന്നത്. അതിന് ഒരു സമയത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കും. ഞാൻ നിങ്ങളെ കുറേ ആൾക്കാരെ ഏൽപ്പിച്ചിരുന്നു, നിങ്ങളവരെ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും. കാരണം സ്നാനത്തിൻ്റെ സമയത്ത് ജ്ഞാനമാതാക്കന്മാരോടും മാതാപിതാക്കന്മാരോടും പറയുന്നുണ്ട്, ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ഈ പൈതലിനെ ഒരു ദൈവ പൈതലായിട്ട് വളർത്തും. ചുരുക്കം പറയാം, ഒരു ദൈവ പൈതലായിട്ട് വളർത്തണം. നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തികളുണ്ട് ഇവൻ എന്ത് ചെയ്യരുത്, ഇവളോ വഴിതെറ്റിപ്പോകാനായിട്ട് ഇടയായിത്തീരരുത്. എന്നെ കണ്ടുമുട്ടുന്നതിന്, എൻ്റെ പാതയെ സഞ്ചരിക്കുന്നതിന് നിങ്ങൾ ആരും ഈ പൈതലിന് എന്ത് ചെയ്യരുത്? തടസ്സമായി തീരരുത്. അങ്ങനെ ചെയ്യുമോ? ഈ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ വചനങ്ങൾ എന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഉപദേശം നമ്മൾ നോക്കാൻ കാണാൻ സാധിക്കും. കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന, 10 കൽപ്പന, വിശ്വാസ പ്രമാണം, ഈ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിക്കുകയും പിന്നെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കുന്ന സകല കാര്യങ്ങളും പറഞ്ഞ് ഈ കൊച്ചിനെ പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടു ചെല്ലുമോ അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടു ചെല്ലുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദ്യം ഇവിടുത്തെ പുസ്തകത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ പറയുന്ന മാതാപിതാക്കന്മാർ, ജ്ഞാനപിതാക്കന്മാരും കൂടെ ദൈവസന്നിധിയിൽ ഇതുപോലെ സ്ഥലത്ത് വന്നു പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തോളാം എന്നും പറഞ്ഞ് ഈ കൊച്ചിനെ മേടിച്ചുകൊണ്ട് പോവാണ്. ആ കൊച്ചിനെ എവിടെ കൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നു? നമുക്ക് ആ ശുശ്രൂഷ ആ രീതിയിൽ കണ്ടാലേ അതിൻ്റെ അറിയത്തുള്ളൂ. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നു, കൊച്ചിനെ ഇവിടെ സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ഈ കർത്തൃമേശയിൽ വെച്ച് അവരെ പ്രതീക്ഷിച്ച് പറഞ്ഞു, ദൈവമേ ഈ പൈതലിൽ അങ്ങടെ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് സ്നാനപ്പെടുത്തി ഇവിടെ നിന്ന് സമർപ്പിക്കുന്നു. ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നേക്കും അങ്ങേക്കുള്ളവനായിട്ടിരിക്കണം എന്നും പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ്. ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? നല്ല ദൈവ പൈതലായിട്ട് വളർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവരണം. എന്തിനു വേണ്ടി? സ്ഥിരീകരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ, അല്ലെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ശുശ്രൂഷ വരുന്നത്. അതുവരെ നമ്മൾ ഈ സ്നാനത്തിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സ്നാനത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് നോഹയുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഇന്നത്തെ ഈ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നോഹയുടെ കാര്യം പറയുന്നുണ്ട്. വേദോത്സവം നമ്മൾ പുതിയ നിയമം വായിച്ച് നോക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ നിന്നിട്ട് ഈ നോഹയുടെ പെട്ടവും സ്നാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ നോഹയുടെ മക്കളോ വെള്ളത്തിൽ മുങ്ങിയതായിട്ടൊന്നും പറയുന്നില്ല. ചിലപ്പോൾ കുളിക്കാനൊക്കെ അതിൻ്റെ അത് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ല. അതിന് പെട്ടകത്തിൻ്റെ അകത്ത് ഇവരെ നനയാതെ മഴ കൊള്ളാതെ സഞ്ചരിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. പക്ഷേ അത് സ്നാനത്തിനൊരു മുൻകുറി എന്നാണ് പറയുന്നത്. സ്നാനത്തെക്കുറിച്ച് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ മേഘം അവർക്ക് ഒരു തണലായി നിന്നിരുന്നു. അതും സ്നാനത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? അത് മുൻകുറിയായിട്ട് പറയുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ സ്നാനം? നമ്മൾ ഈ പറയുന്നതിനുള്ള കാര്യങ്ങളല്ല സ്നാനം. യഥാർത്ഥത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണവുമായിട്ട് നമ്മൾ ഒരാൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നോഹയുടെ കുടുംബവും എന്ത് ചെയ്തു? ഈ വെള്ളത്തിൽ കൂടെ കടന്നുപോലെ സ്നാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വെള്ളത്തിനടി കിടക്കുന്നതിനെല്ലാം നമുക്ക് എന്തായിട്ട് കൂട്ടാം? അവരതിൻ്റെ അതോടെ രക്ഷപ്പെട്ടു അല്ലേ? ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ മരിച്ചുപോയി. ആരാ മരിച്ചുപോയത്? ആരാ മരിച്ചത്?
ഏ പെട്ടെന്ന് കയറുന്ന എല്ലാവരും മരിച്ചു. ഓക്കെ, അവരെന്നാ പെട്ടെന്ന് കയറാൻ പറ്റാതെ പോയത്? അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം പറയുന്നത് ഭൂമിയിൽ മനുഷ്യൻ എന്ത് ചെയ്തു? പെരുകി വന്നു. ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിന് ഒരു അനുതാപം തോന്നി, ദുഃഖം തോന്നി. അത്രയുമാണ് അവരുടെ പാപം. അവിടെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നു. പാപം പെരുകി. അതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാ പാപങ്ങളെയും നിഗ്രഹിക്കാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ചു. അപ്പം പാപം ഇല്ലാത്ത ഒരു ജനതയാണ് ജലപ്രളയത്തിന് ശേഷമുള്ളത്. നമ്മൾ മറന്നു പോകരുത്. പാപത്തെ എല്ലാം എന്ത് ചെയ്തു? പാപത്തെ മുഴുവൻ ശിക്ഷിച്ചു, പാപികളെ മുഴുവൻ ശിക്ഷിച്ചു. പാപമില്ലാത്ത ഒരു കുടുംബം എന്ത് ചെയ്തു? ദൈവത്തിന് കൃപ തോന്നിയ ഒരു കുടുംബം രക്ഷപ്പെട്ടു. സ്നാനത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ സ്നാനപ്പെട്ട് കഴിയുമ്പം അവരുടെ രീതി എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പാപവും പാപ സ്വഭാവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അവർ പുതിയൊരു സൃഷ്ടിയാവും. പാപമില്ലാത്തൊരു മനുഷ്യനായിട്ട് തീരും. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് പറയുന്നു. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് മരണവും ഉയർപ്പുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറഞ്ഞത്. മരണവും ഉയർപ്പുമായിട്ട് ബന്ധിപ്പിച്ച് ഇവിടെ 6-ാം അധ്യായത്തിൽ അത് തന്നെയാണ് പറയുന്നത്. പാപമാണ്, ആ പാപിയെ രക്ഷിപ്പാനായിട്ട് യേശു വന്നു. എൻ്റെ പാപത്തിന് പരിഹാരമായി യേശു യാഗമായി തീർന്നു നമ്മൾ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ പാപ സ്വഭാവങ്ങളും എന്ത് ചെയ്യുന്നു? ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആരാണ്? പാപമില്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ച ആ കാര്യങ്ങളൊന്നും വീണ്ടും നമ്മൾ എടുക്കരുതെന്നാണ് അതിൻ്റെ സാരം. അപ്പോസ്തലനെക്കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം പിന്നെ അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എങ്കിൽ പിന്നെയും നമ്മൾ ആ ക്രൂശിക്കപ്പെട്ട അതിന് പുറകിലുള്ള അതിലെ അങ്ങനെ ജീവിക്കുന്നത് എങ്ങനെ? പാപമെല്ലാം നമ്മൾ ക്രൂശിച്ചു, പിന്നെ അതിൽ വീണ്ടും എടുക്കാൻ പറ്റുമോ? ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് ഓരോ ക്രിസ്ത്യാനി നമ്മളോട് തന്നെ ദിവസവും ചോദിക്കേണ്ടതാണ്. നമ്മൾ ആരാണ്? നമ്മൾ പാപം ഉപേക്ഷിച്ച ആൾക്കാരാണ്. നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ്. ആ ക്രിസ്തുവിന് ചേർന്നുള്ളതിൻ്റെ അടയാളമാണ് എന്ത്? സ്നാനം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ചെറുപ്പത്തിലെ ക്രിസ്തുവിനോട് ചേർന്ന ആൾക്കാരാണ്. ക്രിസ്തുവിന് ചേർന്നവർക്ക് ജീവിക്കാൻ അതിൻ്റെതായ ഒരു മാനദണ്ഡങ്ങളുണ്ട് എന്ന് മറന്നു പോകരുത്. അത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്. വിശുദ്ധ വേദപുസ്തക വായനയും ധ്യാനവും പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയം കൂടാതെ എന്ത് ചെയ്യത്തില്ല? ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റത്തില്ല. ദൈവപൈതലിന് ഒരു ദൈവപൈതലായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മളിതെല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെ അതുകൊണ്ട് ഇപ്പം നമ്മൾ ആധാരമായിട്ട് എടുത്ത വാക്യം പ്രകാരമാണ് പറയുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയായി ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ പഴയ മനുഷ്യനെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. സ്നാനത്തിൽ ആ പദങ്ങൾ ഉപയോഗിക്കുന്ന കാണാൻ സാധിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ കുഴിച്ചിട്ടു, പിന്നെ അത് എടുക്കരുതെന്നാണ് അർത്ഥം. പുതിയൊരു ജീവിത രീതിയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടു. നമ്മൾ സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്നു. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നു, പഴയതെല്ലാം ഉപേക്ഷിച്ചു, ക്രിസ്തുവിനോട് ചേർന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നാം എന്ത് ചെയ്യണം? ക്രിസ്തു ഇരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അവിടെ ദിവസം അങ്ങനെയാണ്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ചോദിക്കട്ടെ, നമ്മുടെ ഇന്നത്തെ ചിന്തയും വിചാരങ്ങളും അന്വേഷണവും ഒക്കെ എവിടെയാണ്? ഈ ഭൂമിയിൽ തന്നെ കറങ്ങി നടക്കുകയാണ് നമ്മൾ, അല്ലേ? മുകളിലോട്ട് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരുപക്ഷെ ഒരു വയനാട് ഉണ്ടാകുമ്പോഴോ 18-19 പ്രളയമുണ്ടാകുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരത്തിന് മുകളിലേക്ക് എൻ്റെ ദൈവമേ എന്ന് പറയുന്നത് നോട്ടോ. പിന്നെ മുഴുവൻ നമ്മൾ താഴോട്ടാണ് നോക്കുന്നത്, അല്ലേ? അത് ലോകത്തിൻ്റെ നോട്ടമാണ്. ഉയരത്തിലുള്ള അന്വേഷിക്കുന്നില്ല, താഴെയുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ പരിധി നടക്കുകയാണ്. സ്നാനപ്പെട്ടവർ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. ജീവന്റെ പുതുക്കത്തിൽ എന്ത് ചെയ്യുക? നടക്കുക. നമ്മൾ ജീവനുള്ളവരാണ്, മരിച്ചവരല്ല. നമ്മൾ ജീവനുള്ളവരാണ്. ജീവൻ എന്ന് പറയുന്നതാണ് എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതമാണ്. ആ ജീവൻ സാധാരണയുള്ള ജീവനല്ല, പുതുജീവനാണ്, അല്ലേ? നല്ല സ്വഭാവം, നല്ല രീതികൾ, നല്ല സംസാരങ്ങൾ, നല്ല ഇടപാടുകൾ, നല്ല കാഴ്ചപ്പാടുകൾ, നല്ലതിനെ ആൾക്കാരെ എല്ലാവരിലും നന്മയെ ദർശിക്കാനുള്ള ഒരു താല്പര്യം, അതുപോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരോട് അവരെ ചേർത്ത് ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു അഭിവാഞ്ഛ്യ, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തടത്ത് യേശുവിനെ കുറിച്ച് പറവാനുള്ള ഒരു അഭിവാഞ്ഛ്യ, കഷ്ടപ്പെടുന്ന ആൾക്കാരോട് അവരുടെ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച് മധ്യസ്ഥ ചെയ്യാനുള്ള താല്പര്യം, ഇതേതെങ്കിലും വേണ്ട നമുക്ക്?
ചിന്തിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. നമുക്ക് സംസാരിക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തെ പാടി സ്തുതിക്കണം. നമുക്ക് കണ്ണിന് വായിക്കാനുള്ള ആ കാഴ്ചയുള്ളപ്പോൾ എന്ത് ചെയ്യണം? വേദോസം നമ്മൾ വായിക്കണം. നടക്കാൻ പറ്റുന്നിടത്തോളം എന്ത് ചെയ്യണം? നമ്മൾ ദൈവാലയത്തിൽ വരണം. കൊണ്ട് ഭഗവാനുള്ള അച്ഛൻ വന്നിരിക്കുന്നു, പ്രായമുള്ള അമ്മച്ചിമാരിവിടെ വന്നിരിക്കുന്നു. നടക്കാൻ നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ ആ കഴിവ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ദൈവാലയത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. മുട്ടുമേ നമുക്ക് നിൽക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ എന്ത് ചെയ്യുക? മുട്ടുമേ ഉയരത്തിലേക്ക് നമ്മൾ നോക്കണം, അല്ലേ? ഉയരത്തിലേക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ നോക്കണം, ദൈവമേ എന്ന് പറയണം. ജ്ഞാനപ്പെട്ട നമുക്ക് അതൊരു ബാധ്യതയാണ്. നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം പറഞ്ഞിരിക്കുന്ന പോലെ, കേട്ടതുപോലെ തന്നെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക. ജീവൻ്റെ പുതുക്കം എന്താണെന്നതിനെക്കുറിച്ച്, അതെങ്ങനെ നടക്കുന്നതിനെക്കുറിച്ച് ഈ വിശുദ്ധ വേദവസ്തു വളരെ 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 അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കും, വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് വായിക്കുക, ഓരോ ദിവസം എന്ത് ചെയ്യുക? വായിക്കുക. എന്താണ് അതിന് പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാ കാലത്തേക്കും എഴുതപ്പെട്ട വചനമാണ്. എല്ലാ തലമുറയ്ക്കും വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കാലമുള്ളവർക്കും ഇപ്പോൾ ഉള്ളവർക്കും ഇനി വരുവാനുള്ള തലമുറയ്ക്കും വേണ്ടി ഈ വിശുദ്ധ വേദവസ്തു എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യകരുണയാൽ ഇത് നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്കിത് എഴുതി തന്നിരിക്കുക. നമുക്കിനി ഇതിന് അറിഞ്ഞില്ല, അത് വായിക്കാനുള്ള അക്ഷരാഭ്യാസം എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് തന്നിരിക്കുന്നു, അല്ലേ? നമ്മൾ നോക്കി, നമുക്ക് ധാരാളം സ്കൂളുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? ഓർത്ത് നോക്കണം, എന്തിനാ സ്കൂൾ കിട്ടിയത്? എന്തിനാ സ്കൂൾ കിട്ടിയത്? ഓർക്കണം, വേറെ ഒന്നിനും വേണ്ടിയല്ല, അക്ഷരം പഠിക്കാനാ. എന്തിനാണ് നിങ്ങൾ അക്ഷരം പഠിക്കേണ്ടത്? അക്ഷരം പഠിക്കേണ്ടത് തന്നെ വായിക്കാൻ. എന്ത് വായിക്കാൻ? ഒന്നാമത് ഇത് വായിക്കാൻ, ഒന്നാമത് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയ ഈ സംവിധാനം ഉപയോഗിച്ച്, ദൈവത്തിൻ്റെ ഉപയോഗിച്ച് നമ്മളിത് വായിക്കുന്നുണ്ട്. പാടാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ആരെ പാടി സ്തുതിക്കണം? ദൈവത്തെ പാടി സ്തുതിപ്പാൻ. മധ്യസ്ഥ ചെയ്യാനുള്ള നമ്മൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ താല്പര്യം എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ. അത് മറ്റൊരു ജീവിതക്രമമാണ്, അത് വേറൊരു ജീവിതക്രമമാണ്. സ്നാനപ്പെട്ടവരുടെ ജീവിതക്രമം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമാണ്. ഇതിലെഴുതിയിരിക്കുന്നു. അതിങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ള അന്വേഷണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ജീവൻ്റെ പുതുക്കത്തിൽ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. ജീവൻ്റെ പുതുക്കത്തിൽ നടന്നുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷികളായിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദിനംതോറും സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനമൗത്വം കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.